പകൽ മാന്യത ചമഞ്ഞുള്ള ജീവിതവും രാത്രികാലങ്ങളിൽ കുറുവാ സ്റ്റൈലിൽ മോഷണ പരമ്പരകളും. ഇതാണ് ഈ സ്പൈഡർമാൻ്റെ പരിപാടി. ഒരു നാടിനെയാകെ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് കുപ്രസിദ്ധ മോഷ്ടാവ് സ്പൈഡർ സുനിലിനെ വരിയിലാക്കിയിരിക്കുകയാണ് ആലപ്പുഴ വള്ളിക്കുന്നം പോലീസ്. 2024 മുതൽ നടന്നു വന്നിരുന്ന മോഷണങ്ങളിൽ സാങ്കേതികവും ശാസ്ത്രീയവുമായ തെളിവുകളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. സമാന രീതിയിൽ മോഷണം നടത്തി വന്നിരുന്ന മുൻ കുറ്റവാളികളെയും മോഷണങ്ങൾ നടന്ന പ്രദേശങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കുപ്രസിദ്ധ മോഷ്ടാവായ സ്പൈഡർ സുനിലിനെ പോലീസ് പിടികൂടിയത്. 40ഓളം വാഹനമോഷണ കേസുകളിൽ പ്രതിയായ ഇയാൾ ഈ കേസുകളുടെ കോടതി നടപടികൾ തീർന്ന ശേഷം സ്കൂൾ വാഹനം ഓടിച്ചും ടാക്സി കാറുകൾ ഓടിച്ചും നാട്ടിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ മുൻപ് ജയിലിൽ കിടന്ന കാലത്ത് സഹതടവുകാരായ തമിഴ് കുറുവ മോഷ്ടാക്കളിൽ നിന്നും വീടുകൾ കുറ്റിത്തുറന്ന് പണവും സ്വർണവും മോഷ്ടിക്കുന്നതിനെപ്പറ്റിയും തമിഴ് കുറുവ രീതിയിൽ വസ്ത്രധാരണം ചെയ്തും പോലീസ് പിടികൂടുമ്പോൾ മോഷണ മുതലുകൾ തിരികെ നൽകാതെ നിസ്സഹരണ രീതിയിൽ പെരുമാറുന്ന രീതികൾ അവരിൽ നിന്നും പഠിച്ചു വെച്ചിരുന്നു. നാട്ടിൽ മാന്യനായി ചമഞ്ഞ് ജീവിതം നയിച്ചു വരുന്നതിനിടയിൽ ആഡംബര ജീവിതത്തിന് പണം തികയാതെ വരുന്ന സാഹചര്യങ്ങളിൽ പോലീസ് പിടിക്കപ്പെടാത്ത രീതിയിൽ പഴുതുകളടച്ച് മോഷണം നടത്തി വരുന്നതിനിടയിൽ 2022 കായംകുളം പോലീസിന്റെ പിടിയിലായി. പിന്നീട് ജയിൽ മോചിതനായ ശേഷം കുറച്ചുനാൾ മറ്റ് ജോലികൾ ചെയ്ത് ജീവിച്ചിരുന്നുവെങ്കിലും തന്റെ ആഡംബര ജീവിതം നയിക്കുന്നതിന് വേണ്ടി വള്ളികുന്നം പോലീസ് സ്റ്റേഷന്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് മോഷണം വ്യാപിപ്പിക്കുകയും കായംകുളം പോലീസ് പിടികൂടിയപ്പോൾ ഉണ്ടായ വീഴ്ചകളെല്ലാം പരിഹരിച്ച് കൂടുതൽ ജാഗ്രതയോടെ മോഷണം നടത്തി വരുന്നതിനിടയിലാണ് പ്രതി വീണ്ടും പോലീസ് വരിലായത്. സുനിൽ നടത്തുന്ന മോഷണത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: സന്ധ്യാസമയങ്ങളിൽ ബുള്ളറ്റിൽ സഞ്ചരിച്ച് ഗേറ്റിന് പുറത്തുനിന്നും താഴിട്ട് പൂട്ടിയ വീടുകളും താൽക്കാലികമായി അടഞ്ഞു കിടക്കുന്ന വീടുകളും നോക്കിവെക്കും. തിരികെ വീട്ടിലെത്തിയ ശേഷം ഈ പ്രദേശങ്ങളെപ്പറ്റി കൃത്യമായി അറിയാവുന്ന ഇയാൾ റോഡുകൾ ഒഴിവാക്കി വയലുകളിലൂടെയും പുരയിടങ്ങളിലൂടെയും ആളുകൾ രാത്രിയിൽ കണ്ടാൽ ഭയപ്പെടുന്ന രീതിയിൽ തലയിലൂടെ ലുങ്കി പുതച്ച് കയ്യിൽ മാരകായുധവും കരുതി അടിവസ്ത്രം മാത്രം ധരിച്ച് തമിഴ് കുറുവ മോഷണമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം കിലോമീറ്ററുകൾ നടന്ന് മുൻകൂട്ടി കണ്ടുവെച്ച വീടുകളുടെ മുൻവാതിൽ കുത്തി തുറന്ന് അകത്ത് കയറി മോഷണം നടത്തും. ഇതാണ് സുനിലിന്റെ രീതി. ചോദ്യം ജയിലിൽ 30ഓളം കേസുകൾ ചെയ്തിട്ടുള്ളതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. കൂട്ടുപ്രതിയായ സുഹൃത്ത് ജിതേഷ് തന്നെ ഇടസമയങ്ങളിൽ മോഷണ സ്ഥലത്ത് ബൈക്കിൽ കൊണ്ടുവിടാറുണ്ടെന്ന് സുനിൽ പോലീസിനോട് പറഞ്ഞതിനെ തുടർന്ന് ജിതേഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരെയും പിടികൂടിയതോടെ ഒരു നാടിൻ്റെയാകെ ഉറക്കം കെടുത്തിയ മോഷ്ടാക്കളുടെ ശല്യത്തിനാണ് അന്ത്യമായത്. അമൃത ന്യൂസ്, ആലപ്പുഴ.